ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഏറെ കാലത്തെ കാത്തിരിപ്പായിരുന്നു നമ്മുടെ മമ്മൂട്ടി മോഹൻലാലും കൂടെ ഒന്നിച്ചൊരു സിനിമ. അത് നമ്മുടെ അടിപൊളി ഡയറക്ടർ, നമ്മുടെ മാലിക്കിന്റെ ഒക്കെ ഡയറക്ടർ ആയിട്ടുള്ള നമ്മുടെ മഹേഷ് നാരായണൻ മഹേഷ് നാരായണൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് പൂജ ഉണ്ടായിരുന്നു. കൊളംബിയയിലെ ശ്രീലങ്കയിലായിരുന്നു പൂജ നടന്നത്. അതിലേക്ക് നമ്മുടെ ബിഗ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മമ്മൂട്ടി മോഹൻലാലൊക്കെ അതിൽ ജോയിൻ ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ചാക്കോ ബോബനും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിലെ മറ്റു ആക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫഹദ് ഫാസിലുണ്ട്, പിന്നെ നയൻതാരയാണ് നായിക ലീഡിംഗ് റോൾ ചെയ്യുന്നതാണ് ഒരു സൂചന കിട്ടിയിരിക്കുന്നത്. എന്നിരുന്നാലും ചെയ്താൽ നല്ലത് തന്നെയാണ്. കാരണം മഹേഷ് നാരായണൻ, മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ ഇങ്ങനെ ബിഗ് ഒരു താരനിര ഉള്ള സിനിമയിൽ എന്തായിരിക്കും ചെയ്തു വെക്കാൻ പോകുന്നത് മഹേഷ് നാരായണൻ മാത്രമേ അറിയത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രമാത്രം ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. നമ്മുടെ ഈ മലയാളത്തിൻ്റെ എടുത്തു പറയേണ്ട ലിജോ ജോസ് പല്ലിശ്ശേരി പോലെ തന്നെ മറ്റു പറയുന്ന അതേ ഗണത്തിലേക്ക് വരുന്ന ഒരു വേറെ ജോണറിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഈ സിനിമ ഏറെ പ്രതീക്ഷയുണ്ട്. കാരണം കുറേ കാലങ്ങളായി ഇതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ന്യൂസ് വരില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ നമ്മുടെ ന്യൂസ് റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ കറ്റിൽപ്പടത്തിക്കൊണ്ട് ഇന്ന് പൂജ നടന്നു. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പൂജ തന്നെയായിരുന്നു കണ്ടു. പക്ഷെ നല്ല എന്താ പറയുക, നല്ല ഒരു ഷൈനിങ് ആയി വന്നിരിക്കുന്നു. മമ്മൂട്ടിയുടെ ആ ഒരു ലുക്ക്, വൈറ്റും ഒരു ആഷ് കളറിൽ പാൻറ്റൊക്കെ ഇട്ട് ഒരു കൂളി ഗ്ലാസ് ഒക്കെ ഒരു ഇറങ്ങുന്ന സ്റ്റൈൽ. പിന്നെ മോഹൻലാലാണെങ്കിൽ വളരെ കാഷ്വലായിട്ട് ഒരു ടീഷർട്ടൊക്കെ ഇട്ട് വളരെ കാഷ്വലായിട്ട് മമ്മൂട്ടിയുടെ ആ വരവ് ഒരു 1.5 വരവ് തന്നെയായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ കുഞ്ചാക്കോ ബോബനും ആയിക്കോട്ടെ. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻഡ്രോ ജോസ് ഫിലിം കമ്പനിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മറ്റു ആളുകൾ കൂടി ഇതിൽ കൂടി ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ഈ വീഡിയോ മറ്റുമൊക്കെ വന്നിരിക്കുന്നത് ആൻഡ്രോ ജോസ് ഫിലിം കമ്പനിയുടെ യൂട്യൂബ് ചാനൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൺഫേം ചെയ്യാം, ഇദ്ദേഹം തന്നെയായിരിക്കും പ്രൊഡ്യൂസർ എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ആൻ്റണി പെരുമ്പാവൂരും കൂടി ജോയിൻ ചെയ്യുമോ ഇല്ലയെന്നെല്ലാം കൂടി നമുക്ക് വന്ന് കാത്തിരുന്ന് കാണേണ്ടതായിരിക്കും. എന്നിരുന്നാലും ഈ ഒരു സിനിമ വളരെ വൻ ഹിറ്റായി മാറണം. കാരണം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ബിഗ് സൂപ്പർ സ്റ്റാർസ് ഈ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതും അതിലെ മാസ്മരികമായിട്ടുള്ള നിമിഷങ്ങളും ആക്ടിങ് സ്കിൽസും അതിൻ്റെ ഓരോ മസാല അടങ്ങിയിട്ടുള്ള എല്ലാം തന്നെ ഉണ്ടാവുമെന്ന് ഏറെ പ്രതീക്ഷ ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ എനിക്കും ആകാംക്ഷയുണ്ട് അതൊരു ബിഗ് സ്ക്രീനിൽ കാണാൻ. അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ രണ്ട് അടിപൊളി സ്റ്റാർസാണ്. നമ്മുടെ കുഞ്ചാക്കോ ബോബൻ, ബോഗിൻവില്ല പറഞ്ഞ സിനിമയിൽ തകർത്ത് അഭിനയിച്ചായിരിക്കുന്നതാണ്. നമ്മുടെ ഫഹദ് ഫാസിൽ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. അദ്ദേഹം എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തു വയ്ക്കുന്നവരായില്ല. കാരണം അദ്ദേഹത്തിന് വരാൻ പോകുന്ന സിനിമ പുഷ്പയാണ്. എന്തായാലും മകളെ പൊളിച്ചടുക്കും തോന്നുന്നു. ഈ സിനിമ പൊളിച്ചടുക്കണം. കാരണം മഹേഷ് നാരായണനാണ്. അങ്ങനെ ഒരിക്കലും വെറുതെ ആവില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിങ്ങളെ പോലെ കാത്തിരിക്കുന്നു. ഇനി ഈ സിനിമ ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തേക്കും. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ, സീ യു.